ഹായ് ഹലോ അസ്സലാമലൈക്കും. ന്യൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ? സുഖമല്ലേ? ഞങ്ങൾക്കും ഇവിടെ സുഖം തന്നെയാണ്. ഞങ്ങൾ പോയിട്ടൊന്നുമില്ല, ഇവിടെ തന്നെയാണ് കേട്ടോ. അപ്പം അത് നമ്മളെ മുറ്റത്ത് കൂടെ ഇങ്ങനെ കുഴിച്ചിട്ടോ കുറച്ച് ചെടികളും പച്ചക്കറികളും ഫ്രൂട്ട്സുകളും ഒക്കെ ഉണ്ട് കേട്ടോ മുറ്റത്ത് കൂടെ. അപ്പം അതൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയല്ലേ, അപ്പം നമുക്കിന്ന് ഉച്ചയ്ക്ക് നമുക്ക് ബിരിയാണി വെക്കാമെന്നും പറഞ്ഞാണ്ടേ ചിക്കൻ ബിരിയാണി വെക്കാമെന്ന് പറഞ്ഞ് ചിക്കൻ കൊടുന്നിക്കണ്, ബീഫും കുറച്ച് കൊടുന്നിക്കണ്. അതുകൊണ്ട് വരട്ട് ബീഫ് വരട്ടാന്നും പറഞ്ഞാണ്ടേ അപ്പം അതൊക്കെ എടുക്കണം. അപ്പം അതിൻ്റെ മുമ്പ് ആ മുറ്റത്ത് കൂടെ ഇങ്ങനെ നടന്നപ്പോൾ ഇതൊക്കെ ഫ്രൂട്ട്സുകളാണ്. അപ്പം അങ്ങനെ ഫോട്ടോ എടുത്ത വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ വെക്കേഷനൊക്കെ ഇവിടെ കജ്ജാനായില്ലേ, എല്ലാവർക്കും സ്കൂളൊക്കെ തുറക്കാനായി. അപ്പോൾ ഇവിടെ കുറേ കുഴിച്ചിട്ടത് പല പല സാധനങ്ങളുണ്ട്. പിന്നെ ഇത് ആദ്യ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നല്ലോ, കമ്മലിൻ്റെ ചങ്കീരി ഉണ്ടാക്കണത്. ആ സാധനമാണ് അത്. ഇവിടെ ഇങ്ങനെ കണ്ടപ്പോൾ ഞാനതൊന്ന് കാണിച്ചു തന്നുള്ളൂ. ഇവിടെ ഈ മേശമ്മ വെച്ചാണ് ഇതൊക്കെ നിരത്തൽ. അപ്പം അവിടെ വെച്ചാണ് ഞങ്ങൾ ഉള്ളി അരിയാൻ സവാള അരിയാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. അപ്പം അവിടെ അത് കണ്ടപ്പോൾ ഒന്ന് കാണിച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ നമുക്ക് ചിക്കനും ബീഫൊക്കെ ഒന്ന് കഴിച്ച് പിന്നെ നല്ലോണം കേകി എടുക്കുക. പിന്നെ ചിക്കനിൽ വല്ല തൂവലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഇതാക്കി നമുക്ക് നല്ലോണം ഒന്ന് ഉപ്പും കുറച്ച് വിനാഗിരിയൊക്കെ ഒഴിച്ച് കാണ്ടൊക്കെ ഒന്ന് കേകി എടുത്ത് വെക്കുക. അങ്ങനെ കേകിയാൽ പിന്നെ അതിൽ ബ്ലഡൊന്നും ഉണ്ടാവില്ലല്ലോ, ഒക്കെ പോയി നല്ല വൃത്തിയാകുമല്ലോ. അപ്പം അങ്ങനെ കേകട്ടെ എഴുതിയാണ്ട് പിന്നെ തയ്ക്കില്ല. പിന്നെ ചെറിയ ഉള്ളി, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെയാണ് കേട്ടോ ചതക്കാൻ അതൊക്കെ വെച്ചതാണ്. അപ്പം നാത്തൂന് ഇവിടെ ഇരുന്നുങ്ങാണ്ട് ഉള്ളി അരിയുന്നുണ്ട്. അനിയത്തി ചിക്കൻ പൊരിച്ചുങ്ങാണ്ടാട്ടോ വെക്കണത്. പൊരിച്ചിട്ട് പിന്നെ നമ്മൾ മസാലയൊക്കെ കൂട്ടി ഉണ്ടാക്കൂലേ, അങ്ങനെ കേട്ടോ ചിക്കൻ ബിരിയാണി വെക്കണത്. അപ്പം അങ്ങനെ ചിക്കൻ്റെ പൊരിച്ചലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ആ എണ്ണയിൽ തന്നെയാണ് ഉള്ളി വാട്ടണതൊക്കെ കേട്ടോ. അങ്ങനെ നമ്മൾ ഉള്ളി വാട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പം ഇതിങ്ങനെ ഓരോന്ന് അളവും മുക്കൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, നമ്മളെല്ലാവരും എപ്പോഴും ഉണ്ടാക്കണതും കാണിക്കണതും ഒക്കെ അല്ലേ. അപ്പോൾ എന്നും ഉണ്ടാക്കണ പോലെ തന്നെയാണ് ഉണ്ടാക്കണത്. അപ്പം നമ്മൾ ഇതിക്കെല്ലാം കൂട്ടിയിരിക്കണ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി പിന്നെ ഒക്കെ കൂട്ടി നല്ലോണം പച്ചമുളക് കുറച്ച് ചതച്ചതും ഇട്ടിക്കണം കേട്ടോ. അങ്ങനെ അതൊക്കെ പാടെ കൂട്ടി ഇളക്കി പിന്നെ നമുക്ക് ഇതിക്ക് ഇച്ചിരി തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം വഴറ്റിയിട്ട് നമുക്ക് ഇതിക്ക് മസാലകളൊക്കെ കൂട്ടി കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇനി നമുക്ക് ഇതിക്ക് മുളകും പൊടി ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല. അപ്പം ഇങ്ങനെ മസാലകളൊക്കെ കൂട്ടിയതിന് ശേഷം നമുക്ക് നല്ലോണം ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിക്കണം കേട്ടോ. പിന്നെ ഉപ്പ് എല്ലാം കൂടി ഇട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇനി കട്ടത്തൈര് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കട്ടത്തൈരാണ് കൊടുന്നിക്കണത്, കട്ടത്തൈര് തന്നെയാണ് നല്ലതും. അപ്പം അങ്ങനെ അപ്പം എന്തൊക്കെയുണ്ട്, സുഖമല്ലേ എല്ലാവർക്കും? ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ട് എല്ലാവരും വെക്കൽ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതൊക്കെ ഇപ്പോൾ എപ്പോഴും പറയണേനെയാണ്, നിങ്ങൾ ചെയ്യും. എന്നാലും ഒന്നും കൂടി ഓർമ്മപ്പെടുത്തിയതാണ്, മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ്ട്. അപ്പോൾ ആദ്യമായിട്ട് വന്ന് കാണുന്ന കുറേ കൂട്ടുകാരുണ്ട്, ഓലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരം. അപ്പം അങ്ങനെ ഇതിൻ്റെ മസാലയൊക്കെ കൂട്ടിയാൽ മസാലക്കൂട്ടൊക്കെ റെഡി ആയിക്കണത് നമുക്ക് ഇവിടെ മാറ്റി വെക്കാം. ഞാൻ അടുപ്പത്ത് തന്നെ നമുക്ക് പിന്നെ അരി വേവിച്ചാൽ വെള്ളം അടുപ്പത്ത് വെക്കാം. അതിന് നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിരിക്കണ്. അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യിട്ടു, പിന്നെ സൺഫ്ലവർ ഓയിലോ ഒക്കെ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഗ്രാമ്പു, പട്ട, ഏലക്ക ഇങ്ങനെയൊക്കെയുള്ള സംഗതികളൊക്കെ ഇട്ട് കൊടുത്തു. കുറച്ച് ഉള്ളിയും ഇട്ട് വഴറ്റിയിട്ട് അതിലേക്ക് നമ്മൾ അളന്ന് വെച്ച വെള്ളം
അരിൻ്റെ ഡബിൾ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മളതിലേക്ക് ഉപ്പ് നോക്കാൻ പാകത്തിനുള്ള ഉപ്പ് ഇട്ടു. എന്നിട്ട് നമ്മളത് അടച്ച് വെച്ച് ആ വെള്ളം അവിടെ തിളക്കണ നേരം കൊണ്ട് നമുക്ക് ഇനി കുക്കറിൽ വേവിച്ച് വെച്ചിട്ട് നമ്മളെ ബീഫ് അപ്പോൾ മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടുങ്ങാണ്ട് ഒന്ന് പിന്നെ കുക്കറിലിട്ട് വേവിച്ച് വെച്ചിക്കണ്. അപ്പം ഇനി നമുക്കത് വഴറ്റി വരട്ടാക്കിയാണ്ടാണ് കേട്ടോ വെക്കണത്. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളതിൻ്റെ ഇടയിൽ കൂടെ അരി കഴുകണമുണ്ട് കേട്ടോ. വെള്ളം തിളക്കാനയക്കണമല്ലോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള സംഗതികൾ മറ്റേ അതിലേക്ക് ഇട്ടതുപോലെ തന്നെ ഇതിലേക്കും കുറച്ച് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ടുങ്ങാണ്ട് അതും കൂടിയൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. കരിവേപ്പിൻ്റെ ഇല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ഇതെല്ലാം ചതച്ചത് കേട്ടോ ഒക്കെ പാടിട്ട് പിന്നെ ചുവന്ന മുളകും പിന്നെ കാശ്മീരി മുളകും ഇട്ടിക്കണ് കുറച്ചിട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അങ്ങനെയൊക്കെയുള്ള എല്ലാ സംഗതികളും ഇട്ടുങ്ങാണ്ട് നല്ലോണം ഇളക്കി നമ്മൾ വേവിച്ച് വെച്ച ബീഫൈക്കണ് കൊട്ടിക്കൊടുത്താൽ മതി. അപ്പം അങ്ങനെ വയറ്റിയെടുക്കണതിൻ്റെ ഇടയിൽ നമ്മളെ അരി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. വെള്ളം നല്ലോണം തിളച്ചിക്കണം കേട്ടോ. അതൊന്ന് ഇളക്കി വെച്ചിട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. കണ്ടോ വെള്ളം തിളച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് അരി ഇട്ടുകൊണ്ട് അതൊന്നും കൂടി ഇളക്കിയാണ്ട് വെച്ചാൽ അതവിടെ കടന്ന് പോകുമല്ലോ. അപ്പം നമുക്ക് കുറച്ച് സമയം ബീഫ് അതിൽ കടന്നുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഇതാകണം, എന്നാലാണ് ടേസ്റ്റ്. അപ്പം നമ്മൾ അരി ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കൊട്ടിക്കൊടുക്കാം. ഇറച്ചി അതിലേക്ക് ഇട്ടിക്കണം കേട്ടോ. ഇനി അതിൽ കടന്നുങ്ങാണ്ട് ചെറിയ തീയിൽ കടന്നിങ്ങനെ വെന്തിക്കണ്. പക്ഷേ എന്നാലും അതിൽ കടന്ന് വറ്റി നല്ലോണം മസാലകളൊക്കെ പിടിച്ച് കുറച്ച് സമയത്തിൽ കിടക്കണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അങ്ങനെ അതും കൂടി അവിടെ കടന്ന് നല്ല അടിപൊളിയായിക്കണം കേട്ടോ. കണ്ടോ കാണുമ്പോൾ തന്നെ അല്ലേ നല്ല രസം. നമ്മളെ ഇറച്ചി വരട്ടും ഇറച്ചി ബീഫ് എന്നാണ് പറയുന്നത്. പിന്നെ ചിക്കൻ ബിരിയാണി ഒക്കെ നമ്മളതെല്ലാം ഇവിടെ റെഡി ആയിക്കണ്. നമുക്കിത് പിന്നെ കണ്ടോ നമുക്കിത് പാത്രത്തേക്ക് കുത്താട്ടോ. അത് ദമ്മിട്ട് വെച്ചിരിക്കേനു. നമുക്കിത് പാത്രത്തേക്ക് കുത്തി മാറ്റി വെച്ചിട്ട് നമുക്ക് അപ്പോഴത്തേന് മക്കൾക്കൊക്കെ വിശന്നിക്കണം കേട്ടോ. നമ്മൾ പെട്ടെന്ന് പൊട്ടിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒപ്പം ഇരുന്ന് തന്നെയാണ് കേട്ടോ ഭക്ഷണം കഴിക്കാതിരിക്കണം ഉച്ചക്ക്. അപ്പോൾ അതിക്കൊരു സലാഡും പിന്നെ മയോണൈസും ഒക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അതൊക്കെ പിന്നെ ആദ്യം വീഡിയോസ് കൂടിയൊക്കെ കാണിച്ചിരിക്കണമല്ലോ, അതുകൊണ്ടാണ് കാണിച്ചത്. അപ്പം അങ്ങനെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ തന്നെയാണ്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.